റിയാദിൽ നിന്നുള്ള മലയാളികൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തി എന്നുള്ള വാർത്ത സന്തോഷകരമായി നമ്മൾ പറയുന്നു. ഫ്ലൈനസ് വിമാനത്തിലാണ് ഇവർ ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത്. മസ്കറ്റിൽ നിന്നുള്ള സലാം എയറും ഇന്ന് പുലർച്ചെ എത്തിയിട്ടുണ്ട്. അതിനിടെ കോഴിക്കോട് കരിപ്പൂരിൽ നിന്നുള്ള 21 സർവീസുകളും കരിപ്പൂരിലേക്കുള്ള 19 സർവീസുകളും റദ്ദാക്കിയതായി എയർപോർട്ടിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുകയാണ്. ആദ്യം നമുക്ക് ചില പ്രതികരണങ്ങൾ കാണാം. ഞാൻ നേരത്തെ ബുക്ക് ചെയ്താണ്, അതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടി. ഇപ്പോൾ ഭയങ്കര ഫെയറാന്ന് തോന്നുന്നുണ്ട്. സാഹചര്യം എന്ന് പറഞ്ഞാൽ ആകെ ഫ്ലൈനാസ് മാത്രമേ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇങ്ങോട്ട് ഇതുള്ളൂ. വേറെ എയർപോർട്ടൊക്കെ കാലിയാണ്, വേറെ അങ്ങോട്ട് ഫ്ലൈറ്റ് ഇല്ല. നമ്മൾ താമസിക്കാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ റിയാദിൽ ഇതുവരെ നമ്മളതിൽ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ഞാൻ ന്യൂസ് കേൾക്കുന്നുണ്ടെന്നല്ലാണ്ട് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയില്ല. ഞങ്ങൾ ഉംറയ്ക്ക് പോയതായിരുന്നു. ഇല്ലല്ല, ഞങ്ങൾ ഇൻഡിവിജ്വലി പോയതാണ്. ഞങ്ങൾ 3 ആളുകളാണ് ഉണ്ടായിരുന്നത്. അത്രയ്ക്ക് സുഖമായിരുന്നു. അങ്ങനെ പെരുന്നാൾ വണ്ടി കണ്ട് ഇങ്ങനെ പോകുന്നതാണ്. സാഹചര്യത്തിന് പ്രശ്നമൊന്നുമില്ല. എല്ലാവരും സൗദിയിലൊന്നുമില്ല, എല്ലാവരും ഓക്കെയാണ്. ആ, ഒരു പ്രശ്നമില്ല. അവിടെ യുദ്ധത്തിൻ്റെ ഒരു പ്രതീതിയല്ല, വിഷയമൊന്നുമില്ല. മസ്കറ്റിൽ നിന്നുള്ള വിമാനം ഉടൻ കൊച്ചിയിൽ ലാൻഡ് ചെയ്യും. കൊച്ചിയിൽ നിന്ന് മസ്കറ്റിലേക്കും വിമാന സർവീസ് ആരംഭിച്ചു. കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരും. അതുപോലെ കൊച്ചി നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമിൻ സി വിജയനും ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരും. ആദ്യം കരിപ്പൂരിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, വിമാന സർവീസുകൾ ഒന്നൊന്നായി വന്നു തുടങ്ങുമ്പോൾ നമ്മുടെ മലയാളികളുടെ മുഖത്ത് ആഹ്ലാദമുണ്ടാകും. കാര്യം വീട്ടുകാരൊക്കെ ആശങ്കയിലായിരുന്നല്ലോ. എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്? കഴിഞ്ഞ ദിവസം സർവീസ് നടത്തിയ ഫ്ലൈനാസ് ഇന്നും സർവീസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ യുദ്ധത്തിന്റെ ഭീതി ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഫ്ലൈനാസിന്റെ സർവീസ് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയിട്ടാണ് ഫ്ലൈനാസ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിട്ടുള്ളത്. റിയാദിൽ നിന്നുള്ള സർവീസാണത്. അതോടൊപ്പം തന്നെ മസ്കറ്റിൽ നിന്നുള്ള സലാം എയറും ഇന്ന് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുകയും അത് തിരികെ പോവുകയും ചെയ്തിട്ടുണ്ട്. 8:35 കൂടി റിയാദിൽ നിന്നുള്ള മറ്റൊരു സർവീസ് ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് 8:35 ഇവിടെ എത്തുക. സൗദിയ എയർലൈൻസ് ആണ്. ഈ സൗദിയ എയർലൈൻസും ഫ്ലൈനാസും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സർവീസ് നടത്തിയിരുന്നു. സൗദിയ എയർലൈൻസ് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഈ ഘട്ടത്തിൽ സർവീസ് നടത്തുന്നത്. ആഴ്ചയിൽ 4 സർവീസാണുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് 2 സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത് നടക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്ന് എയർപോർട്ട് അധികൃതർ പറയുന്നുണ്ട്. മസ്കറ്റിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകിട്ട് ഉച്ചയ്ക്ക് 1:05 മസ്കറ്റിൽ നിന്ന് പുറപ്പെട്ട് 6:10 കരിപ്പൂരിൽ എത്തുന്ന രീതിയിലാണ് അത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ദുബായിൽ നിന്നുള്ള സ്പൈസ് ജെറ്റ് ദുബായിൽ നിന്ന് 12:55 പുറപ്പെടും. കരിപ്പൂരിൽ 6:35 പുറപ്പെടും. ഇന്നലെയും ഈ പറഞ്ഞതുപോലെ സ്പൈസ് ജെറ്റ് ഷെഡ്യൂൾ ചെയ്തിരുന്നെങ്കിലും സ്പൈസ് ജെറ്റ് സർവീസ് നടത്തിയിരുന്നില്ല എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ റിയാദിൽ നിന്നുള്ള സൗദിയ എയർലൈൻസ് 8:35 കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഫ്ലൈനാസും ഈ പറഞ്ഞതുപോലെ ഈ സൗദിയ എയർലൈൻസും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. കൂടുതലായിട്ട് ഇന്ന് സർവീസ് നടത്തുമെന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. ഉച്ചയ്ക്ക് 1:05 പുറപ്പെട്ട് വൈകിട്ട് 6:10 എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നടക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നാണ് എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കുന്നത്. നേരത്തെ നമ്മൾ വന്ന സമയത്തൊക്കെ ഇവിടെ ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു. ഈ ഫ്ലൈനാസിലെത്തിയ ആ യാത്രക്കാരെ സ്വീകരിക്കാൻ അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവരുമായി നമ്മൾ കാര്യങ്ങളൊക്കെ പങ്കുവെച്ച സമയത്ത് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്തോ ഒന്നും കാര്യമായ പ്രയാസങ്ങളൊന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.